പഞ്ച് ബ്രേക്കിൽ നമ്മൾ തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിക്കനെ നമ്മൾ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമ്മൾ വറക്കാൻ ഉള്ള പരുവത്തിന് അരിഞ്ഞ് മേടിച്ചേക്കാണ്. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചേക്കണം. ഇനി അതിൻ്റെ അരപ്പുകൾ നടത്തണോ? അപ്പം ചിക്കന് നമ്മൾ കഴുകി വാരി എടുത്തു വെച്ച ചിക്കന് ഒരു സ്വല്പം മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഞാൻ ജസ്റ്റ് ഒരു വിസിൽ ഷൂന്ന് വന്നപ്പോഴത്തേക്ക് നിർത്തി. അത്രയാണ് പുഴുങ്ങാൻ വെച്ചത്. അപ്പം നമുക്ക് ചിക്കന് ഒരു 3 തക്കാളി ഞാൻ പേസ്റ്റ് ആക്കാൻ പോവാണേ. അതേപോലെ നല്ലൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി, അതും പേസ്റ്റ് ആക്കാൻ പോവാണേ. അപ്പൊ നമുക്ക് ആദ്യം ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ് നമ്മൾ ഇച്ചിരി ചിക്കനെ ഇച്ചിരി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 1 സ്പൂൺ ഇടുന്നേ. കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞള് ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടുവാണേ. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഒന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്ത് ചിക്കനിൽ പുരട്ടി വെക്കാമേ. അപ്പൊ ചിക്കൻ എല്ലാം ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണേ. എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യാൻ പാടാ. അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിനെ നീക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് പുരട്ടി വെക്കുക. ഇതൊരു 5-6 മണിക്കൂർ ഇറക്കിയെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറേലും. അപ്പം ഇത്രയും നേരം അരപ്പ് പുരട്ടിയിരുന്ന ചിക്കൻ, മാരിനേറ്റഡ് ചിക്കൻ നമ്മളൊന്ന് പാനിൽ ചെറിയ തീയിൽ, ഷാലോ ഫ്രൈ, അധികം എണ്ണയൊന്നും ഇല്ല, കണ്ടല്ലോ, ഷാലോ ഫ്രൈയില് ഇട്ടാൽ മതി. അപ്പൊ നല്ലപോലെ തീ കുറച്ചിട്ട് ഒരു സൈഡ് നല്ല ചെറിയ ചുമപ്പ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമേ. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ടിക്കയുടെ കൂടെ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അല്പം ഗീ റൈസ്, കുക്കുംബർ സാലഡ്, ഈ ചിക്കൻ പുഴുങ്ങിയപ്പോൾ കിട്ടിയ ഗ്രേവി കൊണ്ട് ഒരു സവോളയും ഇച്ചിരി അരപ്പും ഇട്ട് വെട്ടിത്തിളപ്പിച്ച് കുറുക്കിയെടുത്ത ചാറ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.